പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങയുടെ ശബ്ദം കേൾക്കുന്നതിനും ജീവിതത്തിൽ ഒരവസരം കൂടെ അങ്ങ് ദാനം ചെയ്തുവല്ലോ. അങ്ങേ വാഴ്ത്തുന്നു. ഒരു പുതിയ ദിനം കൂടെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ അങ്ങേ ആരാധിക്കുന്നതിന് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ അടുത്തു വരുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധന അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കേൾക്കുന്ന ഓരോ വചനങ്ങളും അനുഗ്രഹമായി ഭവിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ ദിവസവും വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ആരാധന ആരംഭിക്കട്ടെ. ആദിയോടന്തം അങ്ങയുടെ സാന്നിധ്യം പകരണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 280 ഗീതം, അതിൻ്റെ 1ഉം 2ഉം 6-ാമത്തെ ചരണവും നമുക്ക് പാടാം. 280 ഗീതം, 1ഉം 2ഉം 6-ാമത്തെ ചരണവും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാമേറ്റതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാമേറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ. കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഇന്നത്തെ ധ്യാനത്തിനുള്ള വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടാകിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു. പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവനിങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ത്?
ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്ന യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാവുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഈ പ്രഭാത ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന അനുഗ്രഹമായി തീരട്ടെ. വചനത്തിലൂടെ ദൈവം നിങ്ങളോടൊന്നും സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 3-ാം അധ്യായം 6-ാം വാക്യം വരെ 5 സംഭവങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഗലീലയിലെ 5 വിവാദ കഥകൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിലൊന്ന് പാപം, പാപി, പാപമോചനാധികാരം. ഇതാണ് ഒന്നാമത്തെ വിവാദം. രണ്ടാമത്തേത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തോട് ഒരുമിച്ചിരുന്ന് യേശു ഭക്ഷണം കഴിക്കുന്നു. മൂന്നാമത്തേത് ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കം. 4 ശബത്ത്, 5 സഭാ നിയമങ്ങൾ യേശു ലംഘിക്കുന്നു. ഇങ്ങനെ 5 വിവാദ കഥകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് നാം ഈ ധ്യാനത്തിലൂടെ ചിന്തിക്കുന്നത്. പാപം മോചിക്കാനുള്ള അധികാരത്തെ ചൊല്ലി നടക്കുന്ന ഒരു വിവാദം. ഈ സംഭവം നടക്കുന്നത് കഫർന്നഹൂമിലാണ്. കഫർന്നഹൂം ആശ്വാസത്തിൻ്റെ ഗ്രാമം, ഒരു മനോഹര നഗരം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. തിബരിയാസിൽ നിന്നും 16 കിലോമീറ്റർ അകലെയാണ് കഫർന്നഹൂം എന്ന ഗ്രാമം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറിയ പങ്കും ചിലവഴിച്ചത് ഈ സ്ഥലത്താണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ഭവനത്തെ മർക്കോസ് സുവിശേഷകൻ പരിചയപ്പെടുത്തുകയാണ്. യേശു ആ വീട്ടിൽ വന്നു. യേശു ആ വീട്ടിൽ വന്നപ്പോൾ യേശു ആ വീട്ടിലുണ്ട് എന്നുള്ള വാർത്ത ആ ദേശം മുഴുവനും പരന്നു. ഒരു വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി. വീട് മുഴുവനും നിറഞ്ഞു. ആ സമയം 4 പേർ ചുമന്ന് ഒരു പക്ഷവാത രോഗിയെ അവിടെ കൊണ്ടുവന്നു. ജനത്തിൻ്റെ തിക്കും തിരക്കും കാരണം ഭവനത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു വലിയ ജനത്തിൻ്റെ തിരക്ക് കാരണം പ്രവേശിക്കാനായിട്ട് കഴിയുന്നില്ല. അവർ മേൽക്കൂര പൊളിച്ചു തുറന്ന് കിടക്കയോടെ പക്ഷവാതക്കാരൻ ഇറക്കി വയ്ക്കുന്നു. യേശു സൗഖ്യം നൽകുന്നു. ഈ സംഭവത്തിൽ ആദ്യം അവിടെയുള്ള ജനക്കൂട്ടത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുകയാണ്. മർക്കോസ് സുവിശേഷകൻ പുരുഷാരത്തെക്കുറിച്ച് പറയുമ്പോൾ, ജനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 പദങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒക്ലോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദമുണ്ട്. ഒക്ലോസ്, മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റി, കുഴഞ്ഞു മറിഞ്ഞ ഒരു പുരുഷാരം. രോഗിയും
ദരിദ്രനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പുരുഷാരം, അതാണ് ഒക്ലോസ് മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റി. അവരെക്കുറിച്ച് പറയുമ്പോഴാണ് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിരിക്കുന്നത് കണ്ട് യേശു അവരോട് മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് മറ്റൊരു പദമുണ്ട്, മോബ് എന്നാണ് പദം. ജനക്കൂട്ടം, ആൾക്കൂട്ടം എന്നാണ് അർത്ഥം. പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ തടസ്സമായി നിൽക്കുന്ന ഒരാൾക്കൂട്ടമുണ്ട്, മോബ് എന്നാണ് പദം. ബർത്തിമായ്ക്ക് സൗഖ്യം നൽകുന്ന സംഭവത്തിൽ നീ മിണ്ടരുത് എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടം, മോബ് എന്നാണ് പദം. കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവിടെയും തടസ്സമായി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, മോബ്. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ തടസ്സമായി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, മോബ്. മോബ് ആൾക്കൂട്ടം. ആൾക്കൂട്ടം വളരെ അപകടം പിടിച്ച ഒരു വാക്കാണ്. ആൾക്കൂട്ടം അസ്തിത്വമുണ്ട്, വ്യക്തിത്വമില്ല. ആൾക്കൂട്ടത്തെ നയിക്കുന്നത് വികാരങ്ങളാണ്. അവിടെ ചിന്തകൾക്കോ ബോധ്യങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല. അലിയുന്ന ഹൃദയമോ അപരനോടുള്ള കരുതലോ അവിടെ ഇല്ല. വ്യക്തികൾക്ക് അവിടെ സ്ഥാനവുമില്ല. ആൾക്കൂട്ടത്തിൽ ആരെങ്കിലും പിടഞ്ഞു വീണ് മരിച്ചാൽ അവൻ്റെ മുകളിലൂടെ ചവിട്ടിമെതിച്ച് ജനം മുന്നോട്ട് കുതിക്കും. അവിടെ സത്യങ്ങളില്ല, ഉൾക്കാഴ്ചകളില്ല. 2008 ഓഗസ്റ്റ് 23 രാത്രിയിൽ ഒറീസയിലെ കാണ്ടമാലിൽ വച്ച് ലക്ഷ്മണാനന്ദ സ്വാമി എന്ന സന്യാസി വധിക്കപ്പെട്ടു. നാട്ടുകാർ ഒരുമിച്ചുകൂടി അതിലൊരാൾ വിളിച്ചു പറഞ്ഞു, പ്രതികൾ ക്രിസ്ത്യാനികളാണ്. ജനം ആൾക്കൂട്ടമായി മാറി. മോബ്, ജനം ആൾക്കൂട്ടമായി മാറി. ആയുധങ്ങൾ കയ്യിലെടുത്തു. നാലുപാടും ചിതറി ഓടി. അനേകം പേരെ കൊന്നൊടുക്കി. അനേകം വീടുകൾ അഗ്നിക്കിരയാക്കി. വാഹനങ്ങൾ കത്തിച്ചു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പീഡിപ്പിച്ചു. മനുഷ്യത്വം മരവിച്ചുപോയ ഒരു രംഗം. ലക്ഷ്മണാനന്ദ സ്വാമിയുടെ കൊലപാതകത്തിന് മാവോയിസ്റ്റുകളാണ് ഉത്തരവാദികൾ എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മനഃശാസ്ത്രം പറയുന്നു, ജനം ആൾക്കൂട്ടമായി മാറുമ്പോൾ മൃഗങ്ങളെക്കാൾ താഴ്ന്നു പോകും. ആൾക്കൂട്ടത്തിൻ്റെ ചിന്താശക്തി ഒരു സാധാരണ മനുഷ്യൻ്റെതിനേക്കാൾ വളരെ താഴ്ന്നതാണ്. ഇവിടെ ഈ ഭാഗത്തും ഒരാൾക്കൂട്ടമുണ്ട്. ക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ കഴിയാതെ ക്രിസ്തു ദർശനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരാൾക്കൂട്ടമുണ്ട്. ആൾക്കൂട്ടം ഇന്നും യേശുവിനോടൊപ്പമുണ്ട്. തിക്കും തിരക്കുമായി ആൾക്കൂട്ടം ഇന്നും യേശുവിനോടൊപ്പമുണ്ട്. ക്രിസ്തുവിനെ കാണാൻ തടസ്സം നിൽക്കുന്ന ആൾക്കൂട്ടം, നീ മിണ്ടരുത് എന്ന് പറയുന്ന ആൾക്കൂട്ടം, സുവിശേഷത്തെ കച്ചവടമാക്കി മാറ്റുന്നവർ. എന്നാൽ ആൾക്കൂട്ടത്തിൽ ഒന്ന് വേറിട്ട് നിൽക്കാൻ, തനിയെ നിൽക്കാൻ കഴിയുമോ? ആൾക്കൂട്ടത്തിൽ ആരെങ്കിലും എന്നെ തൊടുന്നുണ്ടോ? ആൾക്കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ? ആൾക്കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കരയുന്നുണ്ടോ? യേശു ഇന്നും അന്വേഷിക്കുകയാണ്. ഇവിടെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഭർത്യമായി നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കനാന്യ സ്ത്രീ നിലവിളിച്ചു, കർത്താവേ, കരുണ കാണിക്കണമേ. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു.
അങ്ങനെയെങ്കിൽ യേശു ഇന്നും തിരയുന്നുണ്ട്, ആൾക്കൂട്ടം ഇന്നുമുണ്ട്. എന്നാൽ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും തന്നെ അന്വേഷിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ, നിലവിളിക്കുന്നുണ്ടോ? യേശു ഇന്നും അന്വേഷിക്കുകയാണ്. രണ്ടാമതിവിടെ നടക്കുന്നത്, യേശു ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിക്കുകയാണ്. യേശു ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിക്കുകയാണ്. ക്രിസ്തു ദർശനത്തിന് തടസ്സമായി നിന്ന മേൽക്കൂര അവർ പൊളിക്കുകയാണ്. ഗലീലയിലെ സാധാരണ വീടുകളുടെ നിർമ്മിതി വളരെ ലളിതമാണ്. മുള കൊണ്ടോ വൃക്ഷത്തിൻ്റെ ചെല്ലികൾ കൊണ്ടോ ഒരുമിച്ച് കെട്ടി മണ്ണ് തേച്ച് ചതുരാകൃതിയിൽ നിർമ്മിക്കുന്നതാണ് സാധാരണ മേൽക്കൂര. ആ മേൽക്കൂര പൊളിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഇവിടെ ഈ മേൽക്കൂര പൊളിച്ചു തുറന്ന് കിടക്കയോടെ ഈ പക്ഷപാതക്കാരനെ ഇറക്കി വയ്ക്കുകയാണ്. ഒരു വിശ്വാസത്തിൻ്റെ നിറവ് ഈ 4 പേർക്കും കാണാൻ കഴിയുന്നു. അപരൻ്റെ ജീവനെ ആദരിക്കാനുള്ള ഒരു മനുഷ്യത്വം ഈ 4 പേർക്കുണ്ട്. രോഗിയുടെ വേദന സ്വന്തം വേദനയായി ഈ 4 പേർക്കും അനുഭവപ്പെടുകയാണ്. 4 ആൾ ചേരുന്നിടത്ത് 5-മത് എന്ത് നന്മയാണ് ഇന്നുണ്ടാകുന്നത്? ഈ ഒരു ചോദ്യം നമ്മെ ഭരിക്കണം. 4 പേർ ചേരുന്നിടത്ത് 5-മത് എന്ത് നന്മയാണ് ഇന്നുണ്ടാകുന്നത്? പലപ്പോഴും 4 പേർ ചേർന്നാൽ തിരഞ്ഞെടുക്കുന്ന വഴി ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ കലാശിക്കാറുണ്ട്. കൂട്ടുകെട്ടുകൾ നന്മയിലേക്ക് നയിക്കുന്നതാകണം ക്രിസ്തു ദർശനത്തിന് മുഖാന്തരമായി തീരണം. അതിനെന്ത് സംഭവിക്കണം? ചില മേൽക്കൂരകൾ പൊളിയേണ്ടതായിട്ടുണ്ട്. ക്രിസ്തു ദർശനത്തിന് തടസ്സമായി നിൽക്കുന്ന മേൽക്കൂരകൾ പൊളിയണം. അത് അഹന്തയുടെ മേൽക്കൂരയാകാം, ആഡംബരത്തിൻ്റെ മേൽക്കൂരയാകാം, അധികാരത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ, സ്വാർത്ഥതയുടെ മേൽക്കൂരകളാകാം. ക്രിസ്തു ദർശനത്തിന് എന്തെല്ലാം തടസ്സമാണോ ആ മേൽക്കൂര പൊളിച്ചുവെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരാൻ, സൗഖ്യം അനുഭവിക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ 2 പ്രധാനപ്പെട്ട ധ്യാന ചിന്തകളാണ് ഇന്നത്തെ ഈ ആരാധനയിലൂടെ നാം മനസ്സിലാക്കിയത്. ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകണ്ട. ഇന്നും തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കാൻ കഴിയുമോ? ബർത്തിമായിയെ പോലെ, കനാന്യ സ്ത്രീയെ പോലെ, രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ ഒന്ന് തനിയെ നിൽക്കാൻ കഴിയുമോ? ചില മേൽക്കൂരകൾ പൊളിക്കാൻ തയ്യാറാണോ? ക്രിസ്തുവിനെ കാണുവാൻ തടസ്സമായ, ക്രിസ്തു ദർശനത്തിന് ഇന്നും തടസ്സമായി നിൽക്കുന്ന മേൽക്കൂരകൾ പൊളിക്കാൻ നാം തയ്യാറാണോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം, ഒന്ന് വേറിട്ട് നിൽക്കാം. ചില മേൽക്കൂരകൾ പൊളിക്കാൻ തയ്യാറാകാം. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരാൻ ഒരു സൗഖ്യ അനുഭവം നമുക്കും ഉണ്ടാകട്ടെ. ഈ വചനം നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങൾ അത്ഭുതകരമായി നടത്തുന്ന ഞങ്ങളുടെ ദൈവമേ, അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയുടെ ശബ്ദം കേൾക്കുന്നതിനും അങ്ങയോട് അടുത്തു വരുന്നതിനും വചനത്തിലൂടെ ഒന്ന് ബലപ്പെടുന്നതിനും ഒരു വിലപ്പെട്ട അവസരം
ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നുവല്ലോ, അതിനായി സ്തോത്രം. ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരുണ്ട്, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലായിരുന്നു ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്താർജിക്കുന്നതിന് ഓരോ ആരാധനകളും മുഖാന്തരമാക്കണമേ. ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളും പ്രതിസന്ധികളും ധാരാളം അനുഭവിക്കുന്നവരുണ്ട്. അവരോട് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബർത്തിമായെ പോലെ ഒന്ന് നിലവിളിക്കുന്നതിന്, കനാന്യ സ്ത്രീയെ പോലെ ഒന്ന് നിലവിളിക്കുന്നതിന്, ഒരു സൗഖ്യ അനുഭവം ഉണ്ടാകുന്നതിന് ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥതയുടെ, ഞാനെന്ന ഭാവത്തിൻ്റെ, അഹന്തയുടെ മേൽക്കൂരകൾ പൊളിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ജീവിതയാത്രയിൽ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. നൽകിയിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കണമേ. ഈ ദിവസം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കൂടെ ഇരിക്കണം. ഇടപെടുന്ന എല്ലാ മേഖലകളിലും, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഷൻ വില്ലേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളിലും കൂടെ ഇരിക്കുകയും കർത്താവെ, അതിൻ്റെ നന്മ ഒരുമിച്ച് അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപകളെ ദൈവം നൽകുകയും ചെയ്യണം. തുടർന്നുള്ള ഓരോ നിമിഷവും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ ജീവിതയാത്രയോടും ഇന്നും എപ്പോഴും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.